आशीष की सुबह समय के लिए परमेश्वर को धन्यवाद देते हैं। ജൂൺ മാസത്തിലെ അവസാനത്തെ ചൊവ്വാഴ്ച പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് സാവകാശം നൽകിയല്ലോ. जून महीने का आखिरी मंगलवार का दिन परमेश्वर को उपस्थिति में आने के लिए प्रभु ने एक अवसर दिया है। ജൂൺ മാസം തുടങ്ങിയപ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നെങ്കിലും തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങൾ വളരെ സംഭവവിപുലങ്ങളായ ദിനങ്ങളായിരുന്നു. शुरुआत में कोई प्रॉब्लम नहीं था, परंतु आगे के दिनों में बहुत समस्याएं हम देखा है। ഇന്ത്യൻ ജനതയെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട്, ലോകത്തിലുള്ള ജനതകളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യയിൽ പ്ലെയിൻ അപകടം ഉണ്ടായി. भारत में सबको डरा के एक प्लेन जो क्रैश हुआ, घटना हुआ, पूरा दुनिया को भी डरा दिया। ഇതിന്റെ ഞെട്ടലിൽ നിന്നും ലോകം വിമുക്തമാകുന്നതിന് മുമ്പേ ഇസ്രയേൽ ഇറാനെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി. इससे उस डर से लोग दूर ना होते हुए पहले ही इसराइल ईरान के ऊपर अटैक किया। അതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് ലോകം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമേരിക്ക ഇറാന്റെ അകത്ത് പോയി ബോംബിട്ടു. और उसके बारे में लोग सोचते रह रहा था, तब वो इसके बीच में अमेरिका ईरान के बीच में जाकर बॉम्ब डाल दिया। അങ്ങനെ ഇരിക്കുമ്പോൾ തിങ്കളാഴ്ച ഈവനിങ്ങിൽ ഖത്തറിൽ ഇറാൻ മിസൈൽ അയച്ചു. ईरान ഖത്തർ में भी मिसाइल भेज दिया। ഗൾഫ് നാടുകൾ മുഴുവൻ എയർപോർട്ടുകൾ ക്യാൻസൽ ചെയ്തു, ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്തു. ഇന്ത്യയിൽ നിന്ന് ഗൾഫിലോട്ടുള്ള ഫ്ലൈറ്റുകളെല്ലാം ക്യാൻസൽ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. इंडिया से जो अरबी राज्यों में प्लेन भेजना सब बंद कर दिया है। ഇതെല്ലാം കഴിഞ്ഞ് ഇറാനും ഇസ്രയേലും വെടിനിർത്തലിന് സമ്മതിച്ചു എന്നുള്ള വാർത്ത വന്ന് നിൽക്കുകയാണ്. അത് എത്രമാത്രം ഫലവത്താകുമെന്ന് നമുക്കറിയില്ല. ईरान और इसराइल जो है युद्ध विराम करने के लिए बातें चल रहा है। ഇങ്ങനെ വ്യത്യസ്തമായ സംഭവങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു ലോകത്തിലാണ് നാം ആയിരിക്കുന്നത്. इस प्रकार का जो घटना हम सुन रहे हैं, ऐसे संसार में हम जी रहे हैं। അമേരിക്കയിലെ 28 സ്റ്റേറ്റുകളിൽ അത്യുഷ്ണം ഒരു നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടില്ലാത്ത അത്രയും ചൂടുകൊണ്ട് ജനങ്ങൾ വലയുകയാണ്. अमेरिका में इतनी गर्मी हो गई है, 28 वर्ष से ऐसा 28 वर्ष से ऐसी गर्मी नहीं हुआ है। 14.25 കോടി ജനങ്ങളാണ് ആ ഒരു അവസ്ഥയിലായിരിക്കുന്നത്. 14 करोड़ से अधिक लोग ऐसी समस्या से गुजर रहा है। വീടുകളിലെ AC വർക്ക് ചെയ്യുന്നില്ല, ട്രെയിനിലെ AC വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെ വ്യത്യസ്തമായ നിലകളിൽ ആളുകൾ കഷ്ടം അനുഭവിക്കുന്നു. ट्रेन के अंदर है, घर के अंदर AC काम नहीं कर रहे हैं, और सोने के AC चलाने से भी गर्मी नहीं जा रहा, ऐसी परेशानी में है। ഒരു സ്റ്റേറ്റിന്റെ തന്നെ ഒരു സൈഡിൽ അത്യുഷ്ണം അനുഭവിക്കുമ്പോൾ അത് കുറച്ചപ്പുറത്ത് ജലപ്രളയം ഉണ്ടായ ആളുകൾ മരിക്കുന്ന അവസ്ഥ. एक जगह में गर्मी इतनी बहुत तेज है, दूसरी जगह में जल प्रलय को अभी हम देख रहे हैं। ഇത്രമാത്രം സംഭവങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു ലോകത്തിൽ, അസ്വസ്ഥതകളും അശാന്തിയും അസമാധാനവും നിറഞ്ഞ ഒരു ലോകത്തിൽ കർത്താവ് ഇത്രത്തോളം നമ്മളെ പരിപാലിച്ചു എന്നുള്ളതാണ് ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തോട് നന്ദി കരയേറ്റാനുള്ള കാര്യം. इतना समस्या से भरा हुआ इस संसार के बीच में प्रभु हम सबको सुरक्षित रखा, संभाला, इसलिए अपने हाथ उठाकर प्रभु को धन्यवाद करेंगे। ആ ദൈവസ്നേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. और परमेश्वर को प्रेम के लिए मैं परमेश्वर को धन्यवाद देते। ഇന്ന് ഈ സെഷൻ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റർ ബബിത, मीटिंग का अगुवाई लीडिंग करने वाला सिस्टर बबीता, മധ്യസ്ഥ പ്രാർത്ഥന ലീഡ് ചെയ്ത സിസ്റ്റർ സംഗീത, मध्यस्थ प्रार्थना अगुवाई किया सिस्टर संगीता, വർഷിപ്പ് ലീഡ് ചെയ്ത സിസ്റ്റർ ശാലിനി കുടുംബം, वर्शिप का अगुवाई किया सिस्टर शालिनी परिवार, കടന്നു വന്നിരിക്കുന്ന എല്ലാ ശ്രേഷ്ഠരായ ദൈവമക്കൾ, ദൈവദാസന്മാർ, ദൈവദാസിമാർ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. आए हुआ सभी भाई बहनों को यीशु मसीह के नाम में सबको प्रेम नमस्कार।
നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് കർത്താവിന്റെ ക്രൂശിലെ 7 മൊഴികളാണ്. हम जो चिंतन कर रहा था प्रभु यीशु मसीह का 7 वाणियां जो हम चिंतन कर रहे थे. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ആ 7 മൊഴികൾ തീർക്കുവാൻ തക്കവണ്ണം പറഞ്ഞ് ചെക്ക് ചെയ്യാൻ നമുക്ക് കർത്താവ് സഹായിച്ചു. 7 वाणियों चिंतन करने के लिए पिछले हफ्तों में परमेश्वर ने हमारी सहायता किया. കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ കർത്താവ് ഒരുപാട് പരിഹാസങ്ങൾ ഏറ്റു, നിന്ദകൾ ഏറ്റു, ദുഷികളേറ്റു. यीशु मसीह इस पृथ्वी पर थे तब बहुत निंदा अपमान को यीशु मसीह ने सहन लिया. ഗെത്സമനെ തോട്ടത്തിൽ വെച്ച് തന്നെ പിടിച്ച നിമിഷം മുതൽ താൻ ഒരുപാട് ശാരീരിക പീഡനങ്ങൾ അനുഭവിച്ചു, ഉപദ്രവങ്ങൾ അനുഭവിച്ചു. जैतून पहाड़ पर यीशु मसीह को पकड़ा गया वहां से लेकर यीशु मसीह बहुत पीड़ाएं सह लिया. മരണാസന്നനായി താൻ ക്രൂശിൽ കിടക്കുമ്പോൾ പോലും വിശപ്പ് അനുഭവിക്കുന്നവനായി, ദാഹം അനുഭവിക്കുന്നവനായി, പുറം മുഴുവൻ ഊഴജാവില കയറിയവനായി, തലയിൽ മുൾക്കിരീടം അണിഞ്ഞവനായി, കൈകാലുകളിൽ ആണി അടിച്ചവനായി ക്രൂശിൽ കിടക്കുമ്പോൾ പോലും ആളുകൾ തന്നെ വെറുതെ വിട്ടില്ല. അപ്പോഴും ആളുകൾ തന്നെ പരിഹസിച്ചുകൊണ്ടിരുന്നു. यीशु मसीह को उस क्रूशीकरण का समय यीशु को भूख लगा, प्यास लगा, दर्द सहा, कोड़ा खाया, कांटों का मुकुट बांधा गया और जो क्रूश पर आखिरी समय तक लोग निंदा और अपमान करता रहा. അവരോടൊന്നും മറുപടി പറയാൻ പോയില്ല. यीशु मसीह उन किसी को जवाब देने नहीं गया. അനേക അത്ഭുതങ്ങൾ ചെയ്തവനെ, നിന്നെ തന്നെ രക്ഷിച്ച് ക്രൂശിൽ നിന്ന് ഇറങ്ങി വരാന്ന് പറഞ്ഞപ്പോൾ കർത്താവ് ഇറങ്ങി പോകാനും പോയില്ല. बहुत चिन्ह चमत्कार किए व्यक्ति हो, आप क्रूस से उतर के आ करके लोगों ने कहने लगा. यीशु मसीह क्रूस से उतर के जाने भी कोशिश नहीं किया. കർത്താവ് മൗനമായിട്ട് അതെല്ലാം കേൾക്കുകയും കാണുകയും അറിയുകയും ചെയ്ത് സഹിച്ചുകൊണ്ടിരുന്നു. और चुपचाप इन सारी घटना को यीशु मसीह ने देखा और यीशु मसीह शांत रहा. എന്നിട്ട് കർത്താവ് തന്റെ പ്രവൃത്തിയെല്ലാം തികച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവസാന നിമിഷങ്ങളിൽ പറഞ്ഞു, സകലതും നിവർത്തിയായി എന്ന് പറഞ്ഞു. നിവർത്തിയായി എന്ന് പറഞ്ഞാൽ പൂർത്തീകരിക്കാൻ ഇനി ഒന്നുമില്ല. सब कुछ यीशु मसीह सहन कर यीशु ने कहा सब कुछ पूरा हो गया बोल के यीशु मसीह अपने प्राण को छोड़ दिया. കർത്താവിന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു കർത്താവ് എന്തിനു വേണ്ടിയാ വന്നത്. यीशु मसीह को अच्छी तरह से मालूम था मैं क्या के लिए आया हूं. ഇത് കർത്താവിന്റെ ഫോക്കസ് മുഴുവൻ അതിലേക്കായിരുന്നു. यीशु मसीह का दृष्टिकोण पूरा उस विषय पर था. എന്നെ അയച്ചവന്റെ ഹിതം നിവർത്തിക്കണം, എന്റെ അയച്ചവന്റെ ദൗത്യം പൂർത്തീകരിക്കണം. मुझे जिसने भेजा उसकी इच्छा पूरी करना, उसकी योजना को पूरी करना था. നിത്യ ജീവിതത്തിൽ നമ്മളെ എല്ലാവരും അംഗീകരിച്ചെന്ന് വരികയില്ല. मसीह की जीवन में हम सब लोग इन सारी बातों का अंगीकार करने को जरूरी नहीं था. അനേകർ നമ്മിൽ കുറവുകൾ കണ്ടെത്തിയെന്നിരിക്കും. बहुत लोगों ने हमारी कमी को ढूंढ कर निकाल सकते हैं. അനേകർ നമ്മളിൽ കുറ്റം കണ്ടെത്തിയെന്നിരിക്കും. बहुत लोग हमारी कमजोरी को, हमारी गलती को देखते रहे. അനേകർ നമ്മളിൽ പോരായ്മകൾ കണ്ടെത്തിയെന്നിരിക്കും. बहुत लोग हमारी कमी को गिन सकता है. അനേകർ നമുക്ക് കഴിവില്ലെന്ന് പറഞ്ഞെന്നിരിക്കും. कई लोग ये भी बोल सकता है वो ये कोई काम का नहीं है. അവരോടൊക്കെ മറുപടി പറയുക എന്നുള്ളതല്ല നമ്മുടെ ജോലി. उन सबको जवाब देना वो नहीं है हमारा काम. അവരുടെ മുമ്പിൽ കർത്താവ് നമ്മളെ വിളിച്ച, കർത്താവ് നമ്മളെ സ്നേഹിച്ച സ്നേഹത്തിനനുസരിച്ച്, വിളിക്കനുസരിച്ച് ജീവിച്ചു കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. പ്രൈസ് ദി ലോർഡ്. प्रभु ने हमें बुलाई हुआ बुलाहट के अनुसार हम अपने जीवन को निर्वाह करना, यही हमारी जिम्मेदारी है. നമ്മുടെ ചുറ്റും കാണുന്നതിനും കേൾക്കുന്നതിനും നമ്മുടെ കാതുകളിൽ പതിക്കുന്ന വാക്കുകൾക്കും മറുപടി പറയാൻ പോയാൽ നമുക്ക് അതിനെ നേരം കാണുകയുള്ളൂ. मेरे प्यारो, हमारा लोग हमारे बारे में जो कुछ बोले उसको जवाब देने के लिए जाएंगे तो फिर वही तो काम रहेगा हमारे पास. അതുകൊണ്ട് കർത്താവ് തന്റെ പ്രവൃത്തിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട്, ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട്, താൻ സകലതും ചെയ്തു തീർത്തിട്ട് ക്രൂശിൽ കിടന്നുകൊണ്ട് തന്നെ കളിയാക്കിയവരുടെ മുഖത്ത് നോക്കി കർത്താവ് പറഞ്ഞു, നിവർത്തിയായി, ഇനി ഒന്നും പൂർത്തീകരിക്കാനില്ല.
प्रभु यीशु मसीह परमेश्वर की इच्छा को पूरी करते हुए सामने वाला जो निंदा अपमान करते हैं उनका सामने यीशु ने ये कहा, सब कुछ पूरा हो गया है और कुछ ही नहीं बचा है। അപ്പോൾ തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിച്ചു, തന്നെ ഏൽപ്പിച്ച ചുമതല നിർവഹിച്ചു എന്നുള്ള ഒരു സംതൃപ്തി കർത്താവിന് ലഭിച്ചു. मुझे जो काम परमेश्वर ने सौंपा था उस मैंने पूरा किया, उस जो खुशी मेरे जीवन में है। അവസാനമായിട്ട് കർത്താവ് പറഞ്ഞു, പിതാവേ എന്റെ ആത്മാവിനെ നിന്റെ കയ്യിൽ പരമേൽപ്പിക്കുന്നു. आखिरी में यीशु मसीह ने कहा, पिता मेरी आत्मा को तेरे हाथ में सौंप देते। എന്നെ ക്രൂശിച്ചവർക്ക് അറിയത്തില്ലായിരുന്നു താൻ എവിടേക്കാ പോകുന്നത്. यीशु को क्रूस ग्रहण किया हुआ उनको मालूम नहीं यीशु कहाँ जा रहे। എന്നെ കളിയാക്കിയവർക്ക് അറിയത്തില്ലായിരുന്നു താൻ എവിടേക്കാ പോകുന്നത്. उन्हें ठट्ठा किया उन लोगों को मालूम नहीं है यीशु अभी कहाँ जा रहे। എന്നോടൊപ്പം ക്രൂശിക്കപ്പെട്ടവർക്ക് ഉറപ്പില്ലായിരുന്നു താൻ എവിടേക്കാ പോകുന്നത്. उनके साथ क्रूस पर जो पड़ा था उनको भी मालूम नहीं यीशु कहाँ जा रहे। എന്നാൽ കർത്താവിന് നല്ല ഉറപ്പുണ്ടായിരുന്നു എവിടേക്കാ പോകുന്നതെന്ന്. അതുകൊണ്ട് അവിടേക്ക് പോകുവാൻ വേണ്ടി കർത്താവ് പറഞ്ഞു, എന്റെ ആത്മാവിനെ നിന്റെ കയ്യിൽ പരമേൽപ്പിക്കുന്നു. यीशु मसीह को अच्छी तरह से मालूम है कहाँ जा रहे, इसलिए पिता से कहा, पिता मेरी आत्मा को तेरे हाथ में सौंप देते। ത്വത്തിൽ രണ്ടാമനായ കർത്താവ് ഭൂമിയിലേക്ക് മനുഷ്യാവതാരം എടുത്തപ്പോൾ ഞാനും നിങ്ങളും ജനിക്കുന്നത് പോലെ തനിക്കും ഒരാത്മാവിന്റെ ആവശ്യമുണ്ടായിരുന്നു. इस पृथ्वी पर हम सब लोग जैसे जन्म होते हैं वैसे ही यीशु मसीह को भी एक आत्मा की जरूरत था। ആ ആത്മാവിനെ പിതാവായ ദൈവം തന്റെ ജീവിതത്തിൽ ശരീരത്തിൽ നൽകിയ അതേ ആത്മാവിനെ താൻ എന്ത് ചെയ്തു? പിതാവിങ്കിലേക്ക് മടക്കി നൽകി. जो पिता ने जो शरीर रूप में यहाँ जन्म होने के लिए जो आत्मा दिया है वो आत्मा को पिता के हाथ में सौंप दिया। ആത്മാവാണ് ഒരു വ്യക്തിക്ക് വ്യക്തിത്വം നൽകുന്നത്, ആളത്വം നൽകുന്നത്. आत्मा है एक व्यक्ति को व्यक्तित्व बनाता है। നമ്മുടെ ശരീരത്തിന് എത്ര സൗന്ദര്യം ഉണ്ടെങ്കിലും, നമ്മുടെ ശരീരത്തിന് എത്ര ആരോഗ്യം ഉണ്ടെങ്കിലും അതൊരു കവചം മാത്രമാണ്. हमारा शरीर को कितना ताकत हो, बल हो, जो भी हो, वो एक कवर जैसे हैं। അതിന് അപകടം ഉണ്ടാകാം, അതിന് രോഗം ഉണ്ടാകാം, അതിന്റെ ഷേപ്പിന് വ്യത്യാസം ഉണ്ടാകാം. इस शरीर में एक्सीडेंट हो सकता है, बीमारी हो सकता है, कुछ भी हो सकता है। എന്നാൽ അതിനകത്തുള്ള ആത്മാവിന് ഒന്നും സംഭവിക്കുന്നില്ല. ആത്മാവ് അതിന്റെ സമയമാകുമ്പോൾ അത് അയച്ചവന്റെ അരികിലേക്ക് മടങ്ങിപ്പോകും. आत्मा है जिसने भेजा उसी के पास चले जाते हैं। കർത്താവിന്റെ 7 മൊഴികൾ നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ കണ്ടു, ആ 7 മൊഴികളും 7 പ്രവചനങ്ങളുടെ നിവർത്തിയായിരുന്നു. जो सात वाणी को हमने देखा, ये सात वाणियां 7 भविष्यवाणी का पूर्तिकरण था। കാരണം കർത്താവ് ജനിക്കുന്നതിന് നൂറുകണക്കിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകന്മാരിലൂടെ പിതാവായ ദൈവം അരുളി ചെയ്ത സംഭവങ്ങളുടെ നിവർത്തീകരണം, തന്റെ ജനനം മുതൽ തന്റെ മരണം വരെയുള്ള കാര്യങ്ങൾ മുന്നമേ വേദപുസ്തകത്തിൽ എഴുതി വെച്ചിരുന്നു. तो हजारों साल के पहले भविष्यता के द्वारा, नबियों के द्वारा जो भविष्यवाणी की यीशु के संबंध में, वो सारी भविष्यवाणियां यीशु मसीह के जीवन में पूरी हो गई है। അങ്ങനെ ആ കാര്യങ്ങളെല്ലാം നിവർത്തീകരിക്കപ്പെട്ടു. उन सारी भविष्यवाणियां पूरी हो गई। എന്നാൽ കർത്താവിന്റെ മരണത്തോട് ബന്ധപ്പെട്ട് 4 സംഭവങ്ങൾ അവിടെ ഉണ്ടായി. यीशु मसीह का मृत्यु से जुड़कर 7 बातें हुई। ഒന്നാമത്തെ സംഭവം കർത്താവ് മരിക്കുന്നതിന് മുമ്പ് തന്നെ ആരംഭിച്ചു. അതാണ് 3 മണിക്കൂർ നേരത്തെ കൂരിരുട്ട്. यीशु मसीह मृत्यु होने के पहले जो घटना हुआ, ये 3 घंटे अंधेरा छाया रहा। രണ്ടാമത് ദേവാലയത്തിലെ തിരശ്ശീല രണ്ടായിട്ട് കീറി. दूसरी बात है जो मंदिर की पर्दा 2 भाग हो गया। മൂന്നാമത് ഭൂകമ്പം ഉണ്ടായി. तीसरी बात है बूढ़ोल हुआ। നാലാമത് കല്ലറകൾ തുറന്നു. और 14 बात है कब्रिस्तान खुल गए।
നമ്മൾ ഓരോന്നോരോന്നായിട്ട് ചിന്തിക്കാൻ പോവുകയാണ്. अब एक एक बातें चिंतन करने जा रहे हैं। കാരണം നമ്മൾ ആദ്യത്തെ 3 മണിക്കൂർ നേരത്തെ കൂരിരുട്ട്, 3 घंटे का जो अंधेरा, കാൽവറിയിൽ അന്ന് നടന്ന ക്രൂശീകരണവും മരണവും എന്ന് പറയുന്നത് അതൊരു സാധാരണ സംഭവമല്ലായിരുന്നു, സാധാരണ മരണവുമല്ലായിരുന്നു. जो क्रूस पर हुआ क्रूसीकरण है, जो घटना है, वो को साधारण बात नहीं था। യഹൂദന്മാരുടെ പെസഹ പെരുന്നാളിന്റെ വെള്ളിയാഴ്ച ദിവസമാണ്, ഈ ഉച്ചയ്ക്കാണ് ഇത് സംഭവിച്ചത്. जो ये घटना पसखा का पहले शुक्रवार का दिन हुआ था। അത് ഒരു സൂര്യഗ്രഹണമല്ലായിരുന്നു. और सूर्य ग्रहण दिन नहीं था, കാരണം അത് ഒരു ഫുൾ മൂണിന്റെ വെളുത്തവാവിന്റെ ദിവസമായിരുന്നു. വെളുത്തവാവിന് സൂര്യഗ്രഹണം ഉണ്ടാകാറില്ല. वो एक सफेद दिन था। सफेद दिन में सूर्य ग्रहण नहीं होता। ഇത് ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു അത്ര ഇടയിൽ നടന്നതല്ല, അത് ആ ദേശം മുഴുവൻ ഉണ്ടായ സംഭവമാണ്. वो उस देश में पूरा अंधेरा छाया रहा। മാത്രമല്ല ഇതിന് മാനസികമായ പ്രതികരണം അതിലൂടെ ഉണ്ടായി. मानसिक जो है परिस्थिति भी वही हुई है। റോമാക്കാർ അനേക ക്രൂശീകരണം നടത്തിയിട്ടുള്ളവരാണ്. रोमी शासन बहुत लोगों को इस प्रकार क्रूस पर डाला है। ആദ്യമായിട്ട് ക്രൂശീകരണത്തിന് സാക്ഷ്യം വഹിക്കുന്ന, അതിന് ചുമതല വഹിക്കുന്ന ഒരാളെ അല്ല റോമ ഗവൺമെന്റ് യേശുവിന്റെ ക്രൂശീകരണത്തിന് വേണ്ടി വിട്ടത്. पहली बार क्रूसीकरण का जो इंचार्ज व्यक्ति नहीं था, उसके पहले भी कई बार कर चुका था। അന്ന് അതിന് നേതൃത്വം നൽകിയ ശതാധിപനും തന്റെ കൂടെ ഉണ്ടായിരുന്ന 4 പേരും അവർ അനേക ക്രൂശീകരണത്തിന് സാക്ഷ്യം വഹിച്ചവരാ. उस दिन का जो सूबेदार है और उनके साथ में 4 लोग थे, वो कई बार क्रूसीकरण का गवाह हो चुका है। ദില്ലീസിലെ അത്യുഷ്ണമുള്ള ചൂടുള്ള ദിവസം അവർ ആ ചൂടിനകത്ത് നിന്നിട്ടും അവർക്ക് എന്തോ നടക്കുന്നു എന്ന് മനസ്സിലായി. लोग उस समय बहुत गर्मी के समय था, फिर भी उनको समझ में आ गया कुछ ना कुछ घटना हो रहा है। വചനത്തിൽ വിശ്വസിക്കുന്ന യഹൂദന്മാർക്ക് മനസ്സിലായി എന്തോ ദൈവകോപത്തിന്റെ ലക്ഷണമുണ്ട് എന്ന്. यहूदी लोगों को समझ में आ गया जो परमेश्वर की एक बहुत बड़ी क्रोध हो रहा है। അത് ആമോസ് പ്രവചനം 8-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ പ്രവചിച്ച പ്രവചനത്തിന്റെ നിവർത്തീകരണം കൂടിയായിരുന്നു. നട്ടുച്ചയ്ക്ക് ഞാൻ സൂര്യനെ ഇരുട്ടാക്കും. आमोस की पुस्तक 8 अध्याय के 9 वाक्य में जो लिखा है, मैंने दोपहर का समय में सूर्य को अस्तमय करूंगा। മതഭക്തരായ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യക്തമായിട്ട് അറിയാം, ഈ കൂരിരുട്ടെന്ന് പറയുന്നത് ദൈവ ന്യായവിധിയുടെ ഭാഗമാണ്. जो अंधेरापन है, जो यहूदी लोगों को मालूम है, ये परमेश्वर का न्याय है। ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് വിട്ടയക്കാൻ ഫറവോൻ മടി കാണിച്ചപ്പോൾ ദൈവം അവരെ 10 ബാധകളാൽ ബാധിക്കാനിടയായി തീർന്നു. मिस्र में लोग इसराइल लोगों को आजाद करने में बहुत देर किया, इसलिए परमेश्वर ने वहां 10 बाधाएं डाल दिया है। അതിലൊന്ന് 3 ദിവസം ആ ദേശത്തെല്ലാം കൂരിരുട്ടുണ്ടായി എന്നുള്ളതാണ്. उसमें एक है 3 दिन अंधेरा छाया रहा। അവര് മിസ്രൈം ദേശത്തെല്ലാം കൂരിരുട്ടുണ്ടായി. ഇസ്രായേൽ മക്കൾ താമസിച്ചതായ ഗോശൻ ദേശത്ത് മാത്രം വെളിച്ചമുണ്ടായിരുന്നു. मिस्र में जितना जगह है सब अंधेरा छाया रहा, परंतु इसराइल लोग जो रहते होशन देश में उजियाला था। ദൈവത്തിന്റെ കുഞ്ഞാട് മനുഷ്യവർഗത്തിന്റെ പാപം മുഴുവൻ തന്റെ ചുമലിൽ ഏറ്റുകൊണ്ട് മനുഷ്യവർഗത്തിന് വേണ്ടി യാഗമായി തീർന്നപ്പോൾ പിതാവായ ദൈവം, നീതിമാനായ ദൈവം മനുഷ്യവർഗത്തോട് ക്ഷമിക്കണമെങ്കിൽ പാപമില്ലാത്ത ഒരു കുഞ്ഞാടിന്റെ യാഗത്തിന്റെ ആവശ്യമുണ്ടായിരുന്നത് കൊണ്ട് മനുഷ്യവർഗത്തിന്റെ പാപം മുഴുവൻ തന്റെ അരുമമക്കനായ കർത്താവിന്റെ മേൽ, ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ മേൽ ആക്കി ആ ന്യായവിധി മുഴുവൻ അവന്റെ മേൽ വന്നപ്പോൾ ഉണ്ടായ കൂരിരുട്ടായിരുന്നു അത്. मेरे प्यारो, जो मनुष्य राशि को, पूरा संसार को बचाने के लिए परमेश्वर की मेमना यीशु मसीह के ऊपर संसार के सभी पाप को यीशु के ऊपर डाल दिया गया। അവിടെ നിശബ്ദരായി നിന്നിരുന്ന ആളുകൾ
അവരുടെ കൂടെ നിന്നിരുന്നതായ ശിഷ്യന്മാർ അവർ വിചാരിച്ചു ഇനി മുന്നോട്ട് പോകാൻ കഴിയത്തില്ല, തങ്ങളുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു. यीशु मसीह का क्रूश के पास था, शिष्य लोग, चेले लोगों ने सोचने लगा हमें आगे हमारे लिए कोई आशा नहीं है, सोचकर लोग अपने अपने स्थान में चलने लगा. ക്രൂശിനരികിൽ അല്പം മാറി നിന്നിരുന്ന തനിക്ക് ഭൂമിയിലേക്ക് വരുവാൻ ഉദരം നൽകിയ, ജന്മം നൽകിയ മേരി അപ്പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. തന്റെ എന്തുകൊണ്ട് എന്ന് അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വിശദീകരിക്കാൻ കഴിയാത്ത ആ കൂരിരുട്ടിന്റെ നടുവിൽ നിൽക്കുമ്പോൾ തന്റെ ഹൃദയത്തിലൂടെ വലിയ വേദനകൾ കടന്നു പോകാൻ ഇടയായി തീർന്നു. क्रूश के थोड़े पास में जो ये संसार में आने के लिए कोख जो दिया हुआ मरियम वही थे. उस अंधेरे के बीच में कुछ भी समझ में नहीं आ रहा था. അങ്ങനെ 8-ാം നാളിൽ പരിച്ഛേദന ഏൽക്കുവാൻ വേണ്ടി കർത്താവിനെയും കൊണ്ട് 2 പ്രാവിന്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ജോസഫും മേരിയും കൂടെ ദേവാലയത്തിലേക്ക് ചെന്നപ്പോൾ അവിടെ കാത്തുനിന്ന ശിമയോൻ എന്ന് പറയുന്നതായ ആ വ്യക്തി യേശുവിനെ കരങ്ങളിൽ എടുത്ത് അനുഗ്രഹിച്ച കൂട്ടത്തിൽ മറിയയോട് പറഞ്ഞു, നിന്റെ ഹൃദയത്തിൽ കൂടെ ഒരു വാൾ കടന്നു പോകും. मरियम से जो कहा था तेरे जीवन से एक तलवार चलेंगे करके, जो पहले से कहा था. അപ്പോൾ മറിയ വിചാരിച്ചു ഒരു പക്ഷെങ്കിൽ ഇതാണോ അന്ന് ശിമയോൻ പ്രവചിച്ച പ്രവചനം. जो शिमोन जिस दिन भविष्यवाणी की भविष्यवाणी यही क्या मरिया सोचने लगा. കർത്താവ് ഒരിക്കൽ പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. यीशु मसीह ने कहा मैं इस संसार की, मैं जगत की ज्योति हूं. यीशु ने कहा. ആ വെളിച്ചമാണെന്ന് പറഞ്ഞവൻ അവിടെ കിടന്നുകൊണ്ട് നിലവിളിക്കുമ്പോൾ ചുറ്റും ഇരുട്ടായപ്പോൾ വെളിച്ചം ഇരുണ്ടുപോയോ എന്ന് തോന്നുന്നതായ സംഗതികൾ. मेरे प्यारो, प्रेज़ द लॉर्ड, जो अंधेरा अवस्था यही क्या ऐसा सोचने लगा. കർത്താവ് അവിടെ കിടക്കുന്നു, 2 കള്ളന്മാർ 2 സൈഡിൽ കിടക്കുന്നു, മറ്റാളുകളൊക്കെ അവിടെയുണ്ട്, ദേശത്തെല്ലാം ഇരുട്ടായി, എന്താ സംഭവിക്കുന്നത് ആർക്കും അറിയത്തില്ല, യാതൊരു മുന്നറിയിപ്പും ഇല്ല. അങ്ങനെ നിൽക്കുമ്പോൾ ആത്മീക മണ്ഡലത്തിലും ഈ പ്രപഞ്ചത്തിലും പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. मेरे प्यारो, आत्मिक वातावरण में, संसार में कई घटना उस समय हो रहा था. അങ്ങനെ 3 മണിക്കൂർ നേരം ആ ഇരുട്ടിലൂടെ ജനങ്ങൾ കടന്നു പോകാൻ ഇടയായി തീർന്നു. 3 घंटा हुआ अंधेरे से होकर लोग गुजर गया. പിതാവായ ദൈവവും പുത്രനായ ദൈവവും തമ്മിൽ അല്പനേരത്തേക്കൊന്ന് മാറി നിൽക്കേണ്ടി വന്നു. ആ നിമിഷമായിരുന്നു ആ ഇരുണ്ട നിമിഷങ്ങൾ. परमेश्वर पुत्र यीशु मसीह थोड़ी देर के लिए दूर रहना पड़ा. वो दूर रहना वही था जो अंधेरा. നിത്യത മുതൽ നിത്യത വരെയുള്ള ആ ഇറ്റേണിറ്റിയിലുള്ള ആ കാലഘട്ടത്തിന്റെ അകത്ത് പിതാവും പുത്രനുമായിട്ട് അല്പനേരം മാറി നിൽക്കേണ്ടി വന്ന സമയം. नित्यता से लेकर नित्यता तक उस सफर में वो थोड़ी देर के लिए पिता और पुत्र दूर होना पड़ा. ആ യാഗം പൂർണ്ണമായി തീരേണ്ടതിന് ആ അകലം ആവശ്യമായിരുന്നു. उस बलि संपूर्ण होने के लिए वो दूरी जरूरी था. ലോകത്തിൽ നടന്ന ഏറ്റവും വലിയ യാഗം എന്ന് പറയുന്നത് കാൽവറി ക്രൂശിൽ നടന്ന കർത്താവിന്റെ യാഗമാണ്. इस संसार में हुआ सबसे बलि में सबसे बड़ा बलि था यीशु मसीह का क्रूशीकरण. ദൈവത്തിന്റെ പാപമില്ലാത്ത ഊനമില്ലാത്ത ദൈവത്തിന്റെ കുഞ്ഞാട് അവിടെ യാഗമായി തീർന്നു. जो पाप बिना परमेश्वर के मेमना वहां कुर्बान हुआ. ഭൂമിക്ക് ദൈവം അടിസ്ഥാനപ്പെടുന്ന മുമ്പ്, ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവത്തിന്റെ പ്ലാനിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ അവിടെ നിവർത്തിക്കപ്പെടുകയായിരുന്നു. पृथ्वी को नींव डालने के पहले जो परमेश्वर की योजना वही पूरी हो रहा था. റോമൻ പടയാളികളും സെഞ്ചൂറിയനും അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഇതിന് സാക്ഷികളായി തീർന്നു. रोमन शासन वहां यहूदी लोग सब इसकी गवाह बन गया. റോമൻ യഹൂദ ചരിത്രകാരനായ യോസിഫസ് പറഞ്ഞിരിക്കുന്നത് അന്ന് അവിടെ ഈ നക്ഷത്രങ്ങളും ചന്ദ്രനും ഒക്കെ തെളിഞ്ഞു വരത്തക്കവണ്ണം അതുപോലെ കൂരിട്ടുണ്ടായിരുന്നു എന്ന്. मेरे प्यारो, तारागण चंद्रा भी ना दिख सकते, ऐसी अंधेरा था.
മർക്കോസിന്റെ സുവിശേഷം 15:39 മത്തായിയുടെ സുവിശേഷം 25:54 ലൂക്കോസിന്റെ സുവിശേഷം 23:47 അത് കണ്ടുകൊണ്ട് നിന്ന ശതാധിപൻ പറഞ്ഞ വാക്കുകൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. मरकुस सुसमाचार 15 अध्याय का 39 में और अन्य सुसमाचार में भी इसके बारे में वर्णन किया है. അവിടെ നിന്നിരുന്ന ശതാധിപൻ ഇതിനെ കണ്ടിട്ട് പറഞ്ഞു, ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു. जो सूबेदार था उसने कहा ये सचमुच ये परमेश्वर का पुत्र था. മത്തായിയും അത് അങ്ങനെ തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് 27:54. मत्ताई 27 अध्याय का 54 में भी इस बातों को कहा है. എന്നാൽ ലൂക്കോസ് 23:47 താൻ എഴുതിയിരിക്കുന്നത് നീതിമാനായിരുന്നു എന്ന് പറഞ്ഞെന്ന. लूका सुसमाचार 23 अध्याय का 47 में ये सचमुच धर्मी था. നോക്കണം, അത് അപ്പൊ അത് രണ്ട് കാര്യങ്ങൾ മൂന്ന് പേര് പറഞ്ഞത് ശരിയാ. तीनों जो भी बोला सही है. രണ്ടുപേര് ഒരു കാര്യം തന്നെ പറഞ്ഞു, ഒരാള് വേറൊരു കാര്യം പറഞ്ഞു. दो जन एक ही बात कहा, दूसरा व्यक्ति एक और बात कहा. നോക്കണം, നീതിമാനായ ദൈവം, धर्मी परमेश्वर, അതാണ് ശതാധിപൻ പറഞ്ഞ വാക്കുകളുടെ ചുരുക്കം. ये सूबेदार ने कहा वो बात की संक्षिप्त. കർത്താവ് പ്രാണനെ വിടുമ്പോഴും ശതാധിപൻ തന്നെ കുറിച്ച് അവിടെ ഇരുന്ന അതേ ആളുകൾ ഉണ്ടായിരുന്നു. അവിടെ പരീശന്മാരുണ്ടായിരുന്നു, ശാസ്ത്രിമാരുണ്ടായിരുന്നു, പുരോഹിതന്മാരുണ്ടായിരുന്നു, റോമാക്കാരുണ്ടായിരുന്നു, സാധാരണ ജനങ്ങളുണ്ടായിരുന്നു. ആർക്കും ലഭിക്കാത്ത ഒരു വെളിപ്പാട് ജാതീയനായ ആ ശതാധിപന് ലഭിക്കാനിടയായി തീർന്നു. वहां काफी लोग थे, यहूदी लोग थे, कई प्रकार के लोग वहां थे, परंतु किसी को भी जो ऐसी प्रकाशन नहीं मिला, परंतु इस सूबेदार को मिला. उसने कहा इस व्यक्ति धर्मी है. മറ്റാർക്കും ലഭിക്കാത്ത വെളിപ്പാട് ഒരു പക്ഷെങ്കിൽ എനിക്ക് നിങ്ങൾക്കും ദൈവം തന്നു വരാം. दूसरों को नहीं मिला हुआ प्रकाशन हो सकता है आपको मुझको भी प्रभु दे सकता है. നമുക്കൊരു ചിന്തയുണ്ട്, നമുക്കൊരു വെളിപ്പാട് ലഭിക്കണമെങ്കിൽ ഇന്ന കാര്യങ്ങളായിരിക്കണം, ഇന്ന തരത്തിലുള്ള ആളുകൾക്ക് മാത്രമേ ദൈവം കാര്യങ്ങൾ വെളിപ്പെടുത്തത്തുള്ളൂ. कुछ लोगों का चिंता है फलाना फलाना लोगों को मात्र दर्शन मिलता है. എന്നാൽ അങ്ങനെയല്ല, ദൈവം പ്രസാദിക്കുന്ന ആർക്കും ദൈവം വെളിപ്പാടുകളും ദർശനങ്ങളും നൽകുന്ന ദൈവമാണ്. जो परमेश्वर प्रकाशन प्रकट करने वाला किसी को भी परमेश्वर प्रकाशन दे सकता है. യെരൂശലേം ദേവാലയത്തിൽ പുരോഹിതന്മാർ ഈ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി യാഗങ്ങൾ നടത്തുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കാൽവറി ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു പ്രാണനെ വിടുമ്പോൾ ഒരു റോമാക്കാരനായ, ഒരിക്കൽ പോലും പള്ളിക്കകത്ത് കയറിയിട്ടില്ലാത്ത ജാതീയനായ അൺബിലീവർ ആയിരിക്കുന്ന, അവിശ്വാസിയായിരിക്കുന്ന റോമാക്കാരൻ പറഞ്ഞു ഇവൻ ദൈവപുത്രനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. मेरे प्यारो पुरोहित लोग मंदिर में बलि चढ़ाने के समय में और प्रेज द लॉर्ड अन्य जातियों के बीच में एक अन्य जाति व्यक्ति, प्रेज द लॉर्ड, एक रोमा नागरिक, एक अन्य जाति जो व्यक्ति है, अविश्वासी व्यक्ति है, उसने कहा सचमुच ये परमेश्वर का पुत्र था. നാം കർത്താവുമായിട്ടുള്ളൊരു ബന്ധത്തിലാകുമ്പോൾ, നാം കർത്താവിന്റെ അരികിൽ വരുമ്പോൾ മറ്റുള്ളവർക്ക് വെളിപ്പെടുന്നോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. കർത്താവേ, ഇന്ന് വരെ നിന്നെ അറിഞ്ഞിട്ടില്ലാത്തതുപോലെ ഒന്ന് അറിയുവാൻ, ഇന്ന് വരെ നീ എനിക്ക് വെളിപ്പെടുത്തി തന്നിട്ടില്ലാത്തതുപോലെ നിന്നെ തന്നെ വെളിപ്പെടുത്തുന്ന നിന്റെ സ്വഭാവങ്ങൾ, നിന്റെ പ്രതീക്ഷകൾ, നിന്റെ ആലോചനകൾ വെളിപ്പെടുത്തി തരുവാൻ പ്രസാദിക്കുന്ന ഒരു വ്യക്തിയായിട്ട് എന്നെ മാറ്റണമെന്ന് നാം ദൈവസന്നിധിയിൽ വരുമ്പോൾ പ്രാർത്ഥിക്കണം. प्यारो, आप परमेश्वर की उपस्थिति में जाकर हमें प्रार्थना करना है. प्रभु, मुझे अभी तक उस प्रकाशन नहीं मिला है, उस दर्शन नहीं मिला है. मुझे ऐसे प्रकाशन मिलने वाला एक व्यक्ति के रूप में मुझे तैयार कर बोल के हम प्रभु से प्रार्थना करेंगे. അങ്ങനെ നമ്മൾ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ആർക്കും, പുരോഹിതന്മാർക്ക് ലഭിക്കാതെ പോയ വെളിപ്പാട്, പരീശന്മാർക്ക്, ശാസ്ത്രിമാർക്ക്, മറ്റുള്ളവർക്ക് ലഭിക്കാതെ പോയ വെളിപ്പാട് റോമൻ ശതാധിപന് ലഭിച്ചതുപോലെ നമുക്ക് ദൈവം തരുവാനിടയായി തീരും. हम मेरे प्यारो यहूदी लोगों को, महापुरोहित लोगों को, शास्त्री लोगों को किसी को भी प्रकट नहीं किया हुआ उस प्रकाशन
इस अन्य जाति व्यक्ति सूबेदार को मिल गए तो परमेश्वर जरूर आपको भी प्रकट करेंगे। ഇന്ന് പ്രഭാതത്തിൽ ഈ ജൂൺ മാസത്തിന്റെ അവസാന ചൊവ്വാഴ്ച പ്രഭാതത്തിൽ നമ്മളായിരിക്കുമ്പോൾ അങ്ങനെ ദൈവത്തെ ഒന്ന് അറിയുവാൻ ഒരു വെളിപ്പാടിലൂടെ നമ്മൾ ഇതുവരെ അറിഞ്ഞതിനേക്കാൾ അല്പം കൂടെ ആഴത്തിൽ ദൈവത്തെ അറിയുവാൻ ആഗ്രഹമുള്ളവരായിട്ട് നമുക്ക് മാറാം. मेरे प्यारो, परमेश्वर को पहचानने वाला और समझने वाला एक व्यक्ति के रूप में होने के लिए परमेश्वर हम सबको सहायता करे। ആമേൻ. രണ്ടാമത്തെ അത്ഭുതം അവിടെ നടന്നത്, दूसरा जो चमत्कार हुआ था, ദേവാലയത്തിലെ തിരശീല രണ്ടായിട്ട് കീറി. जो मंदिर का जो पर्दा 2 टुकड़ा हो गया। മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിന്റെ 51-ാമത്തെ വാക്യം. मत्ती सुसमाचार 27 अध्याय का 51 वचन. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ ഉടനെ തന്നെ മന്ദിരത്തിലെ തിരശീല മേൽ തൊട്ട് അടിയോളം രണ്ടായിട്ട് കീറി. किसी को मिल गए तो पढ़ लीजिए मत्ती 27 का 51. അത് താഴെ നിന്ന് और മുകളിലോട്ട് देखो കീറി. ഓക്കെ, വായിച്ചു സർ പഠോ. और देखो, मंदिर का पर्दा ऊपर से नीचे तक फटकर 2 टुकड़े हो गया और धरती डोल गई और चट्टानें धड़क गई. ആമേൻ. ഇത് മുകളിൽ താഴേന്ന് മുകളിലോട്ട് കീറിയെന്നല്ല എഴുതിയിരിക്കുന്നത്, മുകൾ തൊട്ട് താഴോട്ട് വന്നു. या नीचे से ऊपर फट गया नहीं लिखा है, ऊपर से नीचे तक फटकर 2 टुकड़ा हो गया. മർക്കോസും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് 15-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യത്തിൽ. जो मरकोस भी इस वचन को लिखा है, मरकोस 15 का 38. പുറപ്പാട് പുസ്തകം 26-ാം അധ്യായത്തിന്റെ 31 മുതലുള്ള വാക്യങ്ങളിൽ ഇതെങ്ങനെ ഉണ്ടാക്കണത്, യഹോവയായ ദൈവമാണ് അവരോട് പറഞ്ഞത് തിരശീല പണിയണമെന്ന്. അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നത് അവിടെയാണ്, ഈ പുറപ്പാട് 26-ന്റെ 31 മുതലുള്ള വാക്യങ്ങളിൽ. निर्गमन का पुस्तक 26 अध्याय के 31 वाक्य से लेकर ये पर्दा किस प्रकार बनाना है जो परमेश्वर ने उनको प्रकट किए थे. മോശ സീനായ് മലയിൽ 40 ദിവസത്തോളം ദൈവത്തോട് കൂടെ ഇരുന്നപ്പോൾ 2 കൽപ്പനകൾ മാത്രം, 10 കൽപ്പനകൾ മാത്രമല്ല മോശയ്ക്ക് ദൈവം കൊടുത്തത്. ഒരു ആരാധനാ മന്ദിരം എങ്ങനെ പണിയണമെന്നും അതിനകത്തെ ഉപകരണങ്ങൾ എന്തൊക്കെ ആയിരിക്കണമെന്നും അതിന്റെ ഷേപ്പും അളവും എത്ര ആയിരിക്കണമെന്നും അതെങ്ങനെ പണിയണമെന്നും അതിന് കൂട്ടത്തിൽ പ്രാകാരം ഉണ്ടായിരിക്കണം, വിശുദ്ധ സ്ഥലം ഉണ്ടായിരിക്കണം, അതിവിശുദ്ധ സ്ഥലം ഉണ്ടായിരിക്കണം, വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും വേർതിരിക്കാൻ കർട്ടനും ഉണ്ടായിരിക്കണമെന്ന് മോശയോട് ദൈവം പറഞ്ഞു. जो परमेश्वर ने सिनाई पहाड़ पर 40 दिन मूसा परमेश्वर के साथ में था, परमेश्वर ने 10 आज्ञा का पत्थर देने के साथ साथ परमेश्वर का जो भवन मिलाप वाला तंबू किस प्रकार बनाना है, परमेश्वर ने उसको कहा. उसमें जो आंगन होना है, पवित्र स्थान होना है, अति पवित्र स्थान होना है, इसका बीच बीच में पर्दा किस प्रकार डालना है, इन सारी बातें परमेश्वर ने मूसा को समझाया था. ഭൂമിയിൽ അവർ ആരാധിച്ച ദൈവാലയം അത് അഴിച്ചു മാറ്റാവുന്നതായിരുന്നു. അതിന് സമാഗമന കൂടാരം എന്ന് അതിനെ അവരെ പേര് വിളിച്ചു. लोग परमेश्वर नबी के द्वारा जो बनाया हुआ, गुआई में बनाया हुआ उस जो मिलाप वाला तंबू कभी भी उठाकर ले जा भी सकता था. ദൈവം കൊടുത്ത കൽപ്പന പ്രകാരം അതിന് 3 ഭാഗങ്ങളാണുള്ളത്. परमेश्वर ने दिया हुआ आगे के अनुसार उसमें 3 भाग था. സാധാരണക്കാർക്ക് പ്രാകാരം കോട്ടിയാട് വരെ ചെല്ലാം. साधारण लोगों के लिए आंगन की जगह था, കാരണം അതിനപ്പുറത്തോട്ട് അവർക്ക് കടക്കാൻ കഴിയത്തില്ല. कि आगे वो लोग नहीं जा सकते. പുരോഹിത വർഗത്തിലുള്ളവർക്ക് വിശുദ്ധ സ്ഥലത്ത് വരെ ചെല്ലാം. जो पुरोहित लोग हैं पवित्र स्थान में आ सकते हैं. എന്നാൽ മഹാപുരോഹിതന് മാത്രം ആണ്ടിലൊരിക്കൽ ഈ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കാം. महापुरोहित मात्र है साल में एक बार अति पवित्र स्थान में आ सकता था. അതിവിശുദ്ധ സ്ഥലത്താണ് ദൈവത്തിന്റെ നിയമപ്പെട്ടകമുള്ള ആർക്ക് ഓഫ് ദ കവനന്റ്.
अति पवित्र स्थान में है जो परमेश्वर की संदूक जो रखा है. ആ പെട്ടകം എന്ന് പറയുന്നത് കതിരമരം കൊണ്ടുണ്ടാക്കിയ പെട്ടകമാണ്. वो विशेष लकड़ियों से बना हुआ था ये संदूक. 1.5 മുഴം നീളവും 1.5 മുഴം വീതിയും 1.5 മുഴം ഉയരവും ഉള്ള ഒരു പെട്ടകം. 1.5 फीट चौड़ा ऊंचाई इस प्रकार से जो बनाया हुआ था. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം തൊട്ട് നമുക്കത് കാണുവാൻ തക്കണം കഴിയും. निर्गमन का पुस्तक 25 अध्याय का 10 वाक्य से हम पाए जाते हैं. പറഞ്ഞു ആ മരം അങ്ങനെ പെട്ടെന്ന് മുറിഞ്ഞു മാറുന്ന ഒരു മരമല്ല. इस लकड़ी जल्दी कट नहीं सकता, काटना मुश्किल ऐसा लकड़ी थे. നമ്മൾ മഴ കൊണ്ട് വെട്ടിയാൽ അത് പെട്ടെന്ന് മുറിഞ്ഞു മാറത്തില്ല, അതിങ്ങനെ ചതഞ്ഞു ചതഞ്ഞിരിക്കും. ये बबूल का लकड़ी का था, वो लकड़ी काटने से वो एकदम कट नहीं पाता है. അങ്ങനെ പണിയുന്ന ആ തടി കൊണ്ട് ഉണ്ടാക്കിയിട്ട് അതിനെ മൊത്തം തങ്കം കൊണ്ട് പൊന്നുകൊണ്ട് പൊതിയണം, സ്വർണം കൊണ്ട് പൊതിയണം. उस लकड़ी से बनाने के बाद उसको सोना से उसको कवरिंग करना है. എന്നിട്ട് അതിന് മുകളിൽ ഒരു 2 കെരൂബുകളെ പണിയണം. ഒരറ്റത്ത് നിന്ന് നടുക്കോട്ട് വരുന്നു, മറ്റേ അറ്റത്ത് നിന്ന് നടുക്കോട്ട് വരുന്നു. അത് പരസ്പരം മുഖാമുഖം നോക്കുന്നത് പോലെ അതേ തന്നെ ചേർത്ത് പണിയണം. इस संदूक के ऊपर में 2 करूब स्वर्गदूत आमने सामने झुके हुए उसको बनाना है. അത് ചിറക് വിടർത്തിയാണ് നിൽക്കുന്നത്. वो अपने पंख उठाकर रहते हैं. ഇതിനെ ആണ് എന്ത് ചെയ്തു? യഹോവയായ ദൈവം തന്നെ അതിന് പേരിട്ടു മേഴ്സി സീറ്റ് അല്ലെങ്കിൽ കൃപാസനം എന്ന്. जो परमेश्वर ने ही उसको नाम रखा अति पवित्र स्थान. ഇതിനകത്ത് ഈ നിയമപ്പെട്ടകത്തിനകത്ത് ദൈവം കൊടുത്ത 10 കൽപ്പനകൾ അടങ്ങിയ 2 കൽപ്പലകൾ വെക്കണം. जो इस संदूक के अंदर परमेश्वर ने दिया हुआ 2 तख्ता, जो आगे का तख्ता इसमें रखना है. ഇതിനുശേഷം 40 വർഷക്കാലം ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തപ്പോൾ ഒരു ദിവസം പോലും മുടങ്ങാതെ ദൈവം കൊടുത്ത അവരുടെ മന്ന അതിന്റെ വരുന്ന തലമുറയുടെ ഓർമ്മയ്ക്ക് വേണ്ടി അവിടെ അതിനകത്ത് പൊൻപാത്രത്തിനകത്ത് ഇട്ട് വെക്കണമായിരുന്നു. जो 40 वर्ष परमेश्वर ने उनको मरुभूमि में मन्ना भोजन देकर उन्हें चलाया, उस संदूक के अंदर मन्ना एक सोने का बर्तन में उसको रखना है. കാരണം കുറച്ച് നാളുകൾ കഴിയുമ്പോൾ പല തലമുറകൾ മുന്നോട്ട് പോകുമ്പോൾ അവരോട് ഇത് പറഞ്ഞാൽ അവർക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല. क्योंकि 2-3 पीढ़ी के बाद उनसे बोलेंगे तो उनको समझ में नहीं आता परमेश्वर ने कैसा उनका पालन किया है. അതുകൊണ്ട് അവർക്ക് അന്നേരം മനസ്സിലാകത്തക്കോണം തെളിവിന് വേണ്ടി ഇത് അവിടെ സൂക്ഷിച്ചു വെക്കണം. वो उनको उन आने वाला पीढ़ी को समझने के लिए इस संदूक के अंदर तो मन्ना रखना है. ഇസ്രായേൽ മക്കൾക്ക് ദൈവം ഓരോ ദിവസവും മന്ന കൊടുക്കുമ്പോൾ പറഞ്ഞു അതാത് ദിവസത്തേക്കുള്ളത് മാത്രമേ നിങ്ങൾ പറക്കാവൂ. അതിന് അളവും കൊടുത്തു. ഒരാൾക്ക് ഒരിടങ്ങഴി വെച്ച് പറക്കാവൂ. പിറ്റേ ദിവസത്തേക്ക് ഇരുന്നാൽ അത് പുളിച്ചു പോകും എന്ന് പറഞ്ഞു. परमेश्वर ने उनसे कहा तुम ये मन्ना है उसको ज्यादा मत रखना, तुम अपने अपने हिसाब में उनको 2 पहली तुम रखना है. എന്നാൽ അതേ ദൈവം തന്നെ എന്ത് ചെയ്തു? അതേ കാലാവസ്ഥയിൽ അതേ ചൂടിൽ ഇത് അതിവിശുദ്ധ സ്ഥലത്ത് നിയമപ്പെട്ടകത്തിനകത്ത് ഇതിരുന്നപ്പോൾ ഒരു കേടും കൂടാതെ സൂക്ഷിച്ചു. अति पवित्र स्थान में जो रखा, कितना गर्मी हो वर्षा हो जो भी हो, परंतु अति पवित्र स्थान में ये मन्ना जैसे कि वैसे रखा, खराब नहीं हुआ. അവിടെ നിന്നുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ദൈവം നമുക്കൊരു ദൂത് കൈമാറുവാൻ ആഗ്രഹിക്കുകയാണ്. ये सुबह समय परमेश्वर आपको एक संदेश देना चाहते हैं. ഈ പാർക്കുന്ന ഇടത്ത് ചിലപ്പോൾ പല രോഗങ്ങൾ ഉണ്ടായിരിക്കാം. तो जहां रह रहे उस क्षेत्रों में कई प्रकार का बीमारी आ सकता है. അവിടെ താമസിക്കുന്ന ആളുകൾ പറയും ഇവിടെ വരുന്നവർക്കെല്ലാം ഈ അസുഖം ഉണ്ടാകും. ആരായാലും ഏത് വർഗത്തിൽപ്പെട്ടവരായാലും ഏത് ഭാഷക്കാരായാലും അവരെല്ലാം ഈ രോഗം ബാധിക്കും.
कई लोग बोल सकता है, कोई भी हो, कहीं से आए हो, सबको ये बीमारी आ सकता है, बोल सकते हैं। അതൊരു സത്യമായിരിക്കുമ്പോൾ തന്നെ ആ രോഗമുള്ള ആ ജനത്തിന്റെ ഇടയിൽ, ആ സമൂഹത്തിന്റെ ഇടയിൽ അതിന് സാധ്യതയുള്ളിടത്ത് ആ രോഗം വരാതെ സൂക്ഷിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്നുള്ളത് ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് വിശ്വസിപ്പാൻ കഴിയണം. Praise मेरे the Lord. प्यारो, ऐसी वातावरण में किसी को भी ऐसी बीमारी पकड़ सकते है, उसके बीच में ही प्रभु अपने बच्चों को कोई बीमारी ना होकर परमेश्वर संभालता है। अपने हाथ उठाकर खुदा को धन्यवाद करें। हालेलुया, Praise the Lord. प्रेज द Hallelujah. लॉर्ड, प्रेज द लॉर्ड। നിങ്ങൾ പാർക്കുന്നിടത്ത് നിങ്ങളോടൊപ്പം കൃഷി ചെയ്യുന്ന ആളുകൾ പറയും, ഈ പ്രാവശ്യത്തെ കാലാവസ്ഥ മോശമായതുകൊണ്ട് നമുക്ക് ഒന്നും പ്രതീക്ഷിക്കാനില്ല എന്ന് അവരെല്ലാവരും പറഞ്ഞു തന്നിരിക്കും. हो सकता है खेती के समय में लोग बोल सकता है इस साल में अच्छा पानी नहीं गिरा, इसलिए अच्छा फसल नहीं है, ऐसा लोग बोल सकता है। എന്നാൽ അങ്ങനെ എല്ലാവരും പറയുമ്പോൾ എല്ലാവർക്കും ഒന്നും ലഭിക്കാതെ ഇരിക്കുന്നിടത്ത് നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിയുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. मेरे प्यारों, सबको अच्छा फसल नहीं मिलने के समय में, परंतु खुदा का भय मानने वाला आपके लिए परमेश्वर चमत्कार का काम करता है। ആമേൻ. മിസ്രൈമിൽ കഠിന ക്ഷാമം ഉണ്ടായപ്പോൾ ആളുകൾ കൃഷി ചെയ്യാതെ വിത്ത് മാറ്റിവെച്ച സമയത്ത് मिस्र में लोग खेती करना मुश्किल थे, लोग ने बीज अलग रखा। ആ സമയത്ത് തനിക്ക് ഉണ്ടായിരുന്നത് മുഴുവനും കൂടെ എടുത്ത് ഇസഹാക്ക് വിശ്വാസത്താൽ വിതയ്ക്കുവാനിടയായി തീർന്നു. उस समय में इसहाक, उसके पास जो बीज था, इसहाक ने विश्वास के साथ बोया। താൻ വിതയ്ക്കുന്നത് കണ്ട ആളുകളെല്ലാം തന്നെ കളിയാക്കി, ഈ മഴയില്ലാത്ത സമയത്ത് ഇവനെ പോലൊരു മണ്ടനുണ്ടോ എന്ന് പരസ്പരം പറഞ്ഞു. कई लोगों ने ये कहने लगा, इसके समान मूर्ख कौन है, अच्छा वर्षा नहीं है, ये कैसे बीज बो रहा है। ഇസഹാക്ക് അവരോട് മറുപടി പറയാതെ ദൈവത്തിൽ ആശ്രയിച്ചു. इसहाक उनको जवाब नहीं दिया, इसहाक प्रभु पर आश्रय किया। കൊയ്തെടുത്ത് അളന്നപ്പോൾ ഇസഹാക്കിന് 100 മേനി വിളവ് കിട്ടി. और इसहाक ने खेती किया और इसहाक को 100 गुना फल मिल गया। ആമേൻ. പ്രൈസ് ദി ലോർഡ്. നശിച്ചു പോകാൻ സാധ്യതയുള്ളിടത്ത് സൂക്ഷിക്കാൻ കഴിയുന്ന ദൈവവും ഒന്നും ലഭിക്കാത്തടത്ത് നിങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി തരുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങൾ സേവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. मेरे प्यारों, विपरीत परिस्थिति में बीमारियां, सब कुछ आ सकता है, वहां में सुरक्षित करने वाला जो परमेश्वर है, जहां असंभव की बात है वह हमारे लिए संभव करने वाला परमेश्वर हमारे साथ है। अपने हाथ उठाकर खुदा को धन्यवाद करेंगे। हालेलुया, ആമേൻ. ആ ദൈവത്തിന്റെ പ്രവൃത്തി, ആ ദൈവത്തിന്റെ കരുതല്, ആ ദൈവത്തിന്റെ നന്മ ഈ വരും ദിവസങ്ങളിൽ അനുഭവിപ്പാൻ കർത്താവ് നിങ്ങൾക്ക് ഇടയാക്കി തീർക്കട്ടെ. वो परमेश्वर का अनुग्रह, परमेश्वर की सहायता आने वाले दिन में आपका जिंदगी में, परिवार में होने दे। ആമേൻ. കൂടാതെ അതിനകത്ത് ഒരു വടിയുണ്ടായിരുന്നു. वहां उस जो संदूक के अंदर एक लाठी भी था। മത്സരത്തിന്റെ ഇടയിൽ ദൈവം എങ്ങനെ പ്രവർത്തിക്കുമെന്ന് വെളിപ്പെടുത്തിയ ഒരു വടി. जो लोग प्रेज़ द लॉर्ड, जो कौन है अगुआ बोलकर लड़ाई करने का समय में अद्भुत काम करने वाला परमेश्वर है। മോശ ദൈവത്തോട് പറഞ്ഞു, തനിക്ക് വിക്കുള്ളത് കൊണ്ട് ഞാൻ ജനത്തോട് പറയുമ്പോൾ ജനത്തിന് വേണ്ട പോലെ മനസ്സിലാകത്തില്ല, അവരെന്നെ കളിയാക്കും, അപ്പൊ എനിക്ക് കൂടുതൽ വിക്ക് വരും, അതുകൊണ്ട് ഞാൻ അഹരോനോട് എനിക്ക് പകരമായിട്ട് പറയാൻ അഹരോനെ എന്റെ മൗത്ത് പീസ് ആക്കി വെക്കണം, അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റർ ആക്കി വെക്കണം. ഇത്രേ മോശ ദൈവത്തോട് ആവശ്യപ്പെട്ടുള്ളൂ. मूसा ने कहा, प्रभु मैं बोलने में पता हूं, मैं अच्छी तरह से बोल नहीं सकता, इसलिए मैं जो कुछ बोलूंगा उसके अनुवाद हारून जो करेंगे करके मूसा ने कहा। എന്നാൽ ദൈവം തന്നെയാണ് അഹരോനെ ആദ്യത്തെ മഹാപുരോഹിതനായിട്ട് തെരഞ്ഞെടുത്തത്. और परमेश्वर स्वयं हारून को ही पहला महापुरोहित के रूप में चुन लिया है। അപ്പൊ മറ്റുള്ളവരൊക്കെ ആ തെരഞ്ഞെടുപ്പിനെ ചോദ്യം ചെയ്തു. जो परमेश्वर ने हारून को चुन लिया, तो कई लोगों ने सवाल किया, क्यों? പാളയത്തിനകത്ത് വലിയ സംസാര വിഷയമായിട്ട് മാറി. जो चावनी के अंदर बहुत बड़ी चर्चा का कारण हुआ। കാണുന്നവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്ന് സംസാരിക്കാൻ തുടങ്ങി.
तो लोग आपस में कुड़कुड़ाने लगा। യഹോവയായ ദൈവം ഇത് കണ്ട് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, ഇസ്രായേൽ ഗോത്രത്തിന്റെ 12 ഗോത്രങ്ങളിൽ നിന്നും ഓരോരുത്തരെ വീതം തെരഞ്ഞെടുക്കണം, അവര് ഓരോ വടി കൊണ്ടുവരാൻ പറഞ്ഞു. जो परमेश्वर ने कहा, इस बात इन लोग आपस में चर्चा करते हुए परमेश्वर ने सुना। परमेश्वर ने कहा, तुम 12 गोत्र से एक एक लाठी लेके आओ। പിന്നെ ലേവ്യ ഗോത്രത്തിൽ നിന്നും അഹരോന്റെ പേരിലുള്ള ഒരു വടിയും കൊണ്ടുവച്ചു. लेविया गोत्र का लाठी में हारून का नाम लिख दिया। അവരെല്ലാവരും കൊണ്ടുവന്ന വടി എന്ന് പറയുന്നത് ആൽമണ്ട് ട്രീയുടെ ബദാമിന്റെ വടിയായിരുന്നു. सब लोगों ने जो लकड़ी लेके आए थे वो बादाम का लकड़ी था। ആ ഒരു ബദാം നട്ട് കിളിർത്ത് വളർന്ന് പൂത്ത് കായ്ച്ചു വരണമെങ്കിൽ മിനിമം ഒരു 2.5 വർഷമെങ്കിലും എടുക്കും. बादाम फल के फूल के उसको बढ़ने के लिए करीब 2 वर्ष लगता है। എന്നാൽ ഈ വടി അവിടെ കൊണ്ടുവച്ചിട്ട് അവരെല്ലാവരും രാത്രി വീട്ടിൽ പോയി, പിറ്റേ ദിവസം രാവിലെ എല്ലാവരും വരാൻ പറഞ്ഞു. വന്നു. सब लोग ने सबको बता दिया ये लाठी लेके आना। सब लोग ने लाकर रख दिया। അപ്പോൾ ഈ 8 മണിക്കൂർ കൊണ്ട് 2.5 വർഷം കൊണ്ട് നടക്കേണ്ട സംഭവം 8 മണിക്കൂർ കൊണ്ട് അഹരോന്റെ വടി കിളിർത്തു പൂത്തു കായ്ച്ചു. ये जो 2.5 वर्ष में होने का बादाम का फूल, प्रेज द लॉर्ड, 8 घंटा में फूल गया, फल हो गया, फूल गया। സമയത്തിന് മുൻമേൽ നിയന്ത്രണമുള്ള ഒരു ദൈവമുണ്ടെന്നും സമയത്തിന് മുമ്പ് തന്നെ, പ്രതീക്ഷകൾക്ക് മുമ്പ് തന്നെ, പ്രതീക്ഷിക്കുന്ന സമയത്തിന് മുമ്പ് തന്നെ നന്മകൾ തരുവാൻ കഴിയുമെന്നും ദൈവം അവിടെ തെളിയിക്കുവാൻ തക്കടെ ഇടയായി തീർന്നു. मेरे प्यारो, समय का पहले अद्भुत काम कर सकता है। समय होने के पहले आपके लिए अद्भुत काम करने वाला एक परमेश्वर है करके यह हम स्थापित किया है। ഇന്ന് പ്രഭാതത്തിൽ ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളോടുള്ള നന്മയോടുള്ള ബന്ധത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് സമയപരിധി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സമയപരിധിക്ക് മുമ്പ് തന്നെ നിങ്ങളുടെ നന്മകളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തരുവാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ അരികിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. मेरे प्यारो, समय का पहले, प्रेज द लॉर्ड, कोई बोलेंगे इतना समय वर्ष में मैं दूंगा करके कहते हैं, परंतु उसके पहले भी आपके लिए अद्भुत काम करने वाला एक परमेश्वर है। ആമേൻ. പ്രൈസ് ദി ലോർഡ്. हालेलुया। അവിടെ നിന്നു യഹോവ ദൈവം പറഞ്ഞു, അവിടെ നിന്നുകൊണ്ട് 25:22 അവിടെ ദൈവം പറഞ്ഞു, ഞാൻ അവിടെ നിന്നോട് സംസാരിക്കും, മേഴ്സി സീറ്റിൽ, കൃപാസനത്തിൽ നിന്നോട് സംസാരിക്കും, അതെല്ലാം നീ ജനത്തെ അറിയിക്കണം. निर्गमन 25 अध्याय के 22 में परमेश्वर ने कहा, मैं आपसे बात करूंगा, आप दूसरों को बताना है। യഹോവയായ ദൈവത്തിന്റെ അരികിലേക്ക് മഹാപുരോഹിതൻ ആശ്രത്തിൽ ഒരിക്കൽ കടന്നു പോകുമ്പോൾ വെറുതെ തനിക്ക് കയറാൻ ഒക്കത്തില്ല. തനിക്ക് വേണ്ടി, തന്റെ കുടുംബത്തിന് വേണ്ടി, ജനത്തിന് വേണ്ടി യാഗമർപ്പിച്ച യാഗത്തിന്റെ രക്തവുമായിട്ട് മാത്രമേ തനിക്ക് കയറാൻ കഴിയത്തുള്ളായിരുന്നു. जो साल में एक बार महापुरोहित प्रवेश होते हैं, ऐसे नहीं जा सकते। महापुरोहित के लिए, उनके परिवार के लिए, पूरा प्रजा के लिए बलि चढ़ाने के बाद ही अति पवित्र स्थान में महापुरोहित साल में एक बार जा सकते। ഫറവോനെ ദൈവം മഹാപുരോഹിതനായിട്ട് എടുത്തപ്പോൾ ദൈവം തന്നെ പറഞ്ഞ ആ മഹാപുരോഹിതന്റെ വസ്ത്രം വ്യത്യസ്തമായിരിക്കണം. परमेश्वर ने कहा, जो हारून ही महापुरोहित होकर रहने के समय परमेश्वर ने कहा, तुम्हारा वस्त्र भी विशेष वस्त्र होना है। പുറപ്പാട് പുസ്തകം 28-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ അത് നമുക്ക് കാണുവാൻ കഴിയുന്നു. निर्गमन के पुस्तक 14 अध्याय में हम इस बातों को पाए जाते हैं। പറഞ്ഞു, അവിടെ പതക്കം ഉണ്ടായിരിക്കണം, ഏഫോദ് ഉണ്ടായിരിക്കണം, നീളക്കുപ്പായം ഉണ്ടായിരിക്കണം, ചിത്രത്തയ്യലുള്ള നിലയങ്കി ഉണ്ടായിരിക്കണം, മുടിയുണ്ട്, നടുക്കെട്ടുണ്ട്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. परमेश्वर ने उनसे कहा, प्रेज द लॉर्ड, उनको वस्त्र है, सब में एफोद होना है। അത് ഏത് വാക്യം എന്നറിയാമോ? 4-ാമത്തെ വാക്യം 28-4. 28 अध्याय का वाक्य 4 में ये सारी बातें वर्णन किया। जो वस्त्र उन्हें बनाने होंगे वे ये है, अर्थात सीना बंद और एफोद और बाहा, 4 खाने का, अंगरखा, पगड़ी
और कमरबंद, यही पवित्र वस्त्र तेरे भाई हारून और उसके पुत्र के लिए बनाए जाए कि वे मेरे लिए याजक का काम करें। ഇത് ആ വസ്ത്രത്തോട് ചേർത്ത് ഷോൾഡറിൽ, നമ്മുടെ ഷോൾഡറിൽ ഒരു ചെരുപ്പുണ്ടാ, ഒരു ചേർത്ത് ഒരു അറ പോലെ ഉണ്ടാക്കണം. അതിനകത്ത് ആ 2 കല്ലുകൾ വെക്കണം. उसमें आपको 2 पत्थर भी शोल्डर के पास में आपको रखना है। അതില് ആ ഒരു കല്ലിൽ ആദ്യത്തെ 6 ഗോത്രങ്ങളുടെ പേര്, രണ്ടാമത്തെ കല്ലിൽ 7 മുതൽ 12 വരെ ഉള്ള ഗോത്രങ്ങളുടെ പേര്. उसमें आ, और उसमें 4 पक्की मणि जड़ाना। पगली फक्ति में तो माणिक्यम, परमत और लालड़ी हो। അതിന്റെ 10ാമത്തെ വാക്യം. 10वां वाक्य। उनके नामों में 6 एक मणि पर और शेष 6 नाम दूसरे मणि पर इस्राएल का पुत्र की उत्पत्ति के अनुसार पुदवाना। 12ാം വാക്യത്തിന്റെ ഒടുവിലത്തെ ഭാഗം പറയുന്നു, അഹ്റോൻ യഹോവയുടെ മുമ്പാകെ അവരുടെ പേർ ഓർമ്മയ്ക്കായി തന്റെ 2 ചുമലിലും വഹിക്കണം. 12 वाक्य का आखिरी में अर्थात हारून उनके नाम यहोवा के आगे अपने दोनों कंधे पर स्मरण के लिए लगाए रहे। നോക്കണം, മഹാപുരോഹിതനായ അഹ്റോൻ ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ, മഹാപുരോഹിതൻ ചെല്ലുമ്പോൾ വെറുതെ റിലാക്സ്ഡ് ആയിട്ട് നിൽക്കുകയല്ല, 12 ഗോത്രത്തിന്റെയും ഭാരങ്ങൾ, അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം ചുമലിൽ വഹിച്ചുകൊണ്ടാണ് താൻ നിൽക്കുന്നത്. मेरे प्यारो, प्रेज द लॉर्ड, हारून ऐसे ही जाकर खड़े नहीं, 12 गोत्र को अपने कंधे में लेकर बड़ी जिम्मेदारी के साथ खड़े हैं। നിങ്ങളുടെ പാസ്റ്റർ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കുമ്പോൾ, നിങ്ങളുടെ പാസ്റ്റർ നിങ്ങൾക്ക് വേണ്ടി ഇടവിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചുമ്മാ വെറുതെ പ്രാർത്ഥിച്ചു വിടുകയല്ല, നിങ്ങളുടെ കുടുംബത്തിലുള്ള സകലരുടെയും വിഷയങ്ങൾ, ഭാരങ്ങൾ തന്റെ ചുമലിൽ വഹിച്ചുകൊണ്ടാണ് താൻ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. आपके पासवान ऐसे खड़ा नहीं है। आपका कलीसिया में कितना परिवार है, सभी परिवार को लेकर परमेश्वर के सामने खड़े हैं। Praise the Lord. മാത്രമല്ല അതിനൊരു ഏപ്പോതുണ്ട്, മാർപ്പതക്കമുണ്ട്, ഒരു നെഞ്ചത്ത് ഒരു സ്പെഷ്യലായിട്ട് തയ്ച്ചു ചേർത്തിട്ടുണ്ട്. जो छाती में एक एफोद बोलकर विशेष पत्र को लगाकर वो खड़े हैं। ഇത് കണ്ടാൽ നമ്മള് ജൂബായുടെ പുറത്ത് അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ ഡ്രസ്സിന്റെ പുറത്ത് നമ്മൾ വെസ്റ്റ് ഇടുന്നത് പോലെ, നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോദിയൊക്കെ ഇടുന്ന അത്രയും ടൈപ്പ് ഒരു വെസ്റ്റ് ഇടുന്നത് പോലെ തോന്നും. അതോട് ചേർത്ത് വെച്ചിരിക്കുകയാണ്. ये जैसे हम कपड़ा पहनते, ऊपर एक कोट पहनते हैं, इस प्रकार जो पहना हुआ है महापुरोहित। അത് വെക്കുമ്പോൾ ഇസ്രായേൽ മക്കളുടെ എന്ത് ചെയ്യുന്നു, ഓർമ്മകൾ 12 ഗോത്രയും തന്റെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ടാണ് ആ മഹാപുരോഹിതൻ അവിടെ ദൈവസന്നിധിയിൽ നിൽക്കുന്നത്. 12 गोत्र को दिल में रखे हुए महापुरोहित वहां खड़े हैं। മാത്രമല്ല അതിനകത്ത് 2 കല്ല് വെക്കണം. 30ാമത്തെ വാക്യം പറയുന്നു 2 കല്ല് വെക്കണം. उसमें 30वें वाक्य में लिखा है, उसमें 2 पत्थर रखना है। അതിന്റെ പേരാണ് ഉറീമും തുമ്മീമും, അല്ലെങ്കിൽ വെളിപ്പാടും സത്യവും. उसके ये है ഊറീം और തുമ്മീം। ദൈവസന്നിധി നിൽക്കുമ്പോൾ ഇസ്രായേൽ മക്കൾക്കുള്ള ന്യായവിധി എപ്പോഴും തന്റെ ഹൃദയത്തിൽ ഇരിക്കണം യഹോവയുടെ മുമ്പാകെ. जो इसराइल लोगों के ऊपर जो न्याय है, और इसलिए महापुरोहित का छाती में ये होना है। മാത്രമല്ല എന്നിട്ട് തന്റെ ആ പുറമേയുള്ള നിലയങ്കിയുടെ അടിവശത്ത് നീലനൂൽ ചുവപ്പുന്നു. 33ാമത്തെ വാക്യം പറയുന്നു, അത് ചേർത്ത് ചുറ്റും കീറിപ്പോകാതെ തയ്ച്ചു ചേർക്കുക മാത്രമല്ല, അതിനകത്ത് വെളുമ്പിൽ മാതളപ്പഴങ്ങളും പൊന്നുകൊണ്ടുള്ള മണികളും ഒന്നടയിട്ട് ചേർത്ത് വെക്കണം. उसके नीचे वाले घेरे में चारों ओर नीले, बेचनी और लाल रंग के कपड़े का अनार बनवाना, और उसके बीच बीच चारों ओर सोने की गठियां लगवाना। 34ാം വാക്യം പറയുന്നു അതിന്റെ അടിയിൽ ഓരോന്ന് അങ്ങനെ ചെയ്യണം. 35ാമത്തെ വാക്യം പറയുന്നു ശുശ്രൂഷ ചെയ്യുമ്പോൾ അത് ധരിക്കണം. അകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴും അതിന്റെ ശബ്ദം കേൾക്കുവാനിടയായി തീരണം.
मेरे प्यारो 34-35 में हम देखते हैं सोने का घड़ी और एक अनार, फिर एक सोने का घड़ी और एक अनार, इसी रीति से बाग के नीचे वाला घेरे में चारों ओर ऐसी ही बनाना, और हारून बाग को सेवा टहल करने का समय पहना करे। മാത്രമല്ല തലയിൽ മൂടുവാൻ ഒരു ശിരോവസ്ത്രം വേണം. നമ്മൾ ജാക്കറ്റ് ഒക്കെ ഇടുമ്പോൾ ഹുഡി, മഴ നനയാതെ കാറ്റടിക്കാതെ ഹുഡി ഇടുന്നത് പോലെ ഒരെണ്ണം തനിക്കുണ്ടായിരിക്കണം. उनके बाहों के सेवा टगल करने का सब पहनने के लिए जब वह पवित्र स्थान के भीतर यहोवा के सामने जाए, बाहर निकले, तब उसका उसका जो उसको एक ऊपरी कपड़ा जो पहनना, सिर में भी पहनना है। 36 വാക്യം ഭാഷ, 36, 37. 36 और 36-37 में फिर चौके सोने की एक पट्टी बनवाना, और जैसे चापे में वैसे ही उसमें एक अक्षर खोद जाना, अर्थात होव के लिए पवित्र, और उसे नील पीते से बांधना, और वह पगड़ी के सामने के हिस्सों पर रहे। നമ്മൾ സഹോദരിമാർ തലയിൽ ശിരോവസ്ത്രം ഇടുന്നത് പോലെ പുരോഹിതന്മാർ, മഹാപുരോഹിതൻ എന്ത് ചെയ്യണമായിരുന്നു? തലയിൽ ദൈവം പറഞ്ഞ രീതിയിലുള്ള ഒരു മുടി കവർ ചെയ്യുന്ന ഇട്ടിട്ട് അതിന്റെ മുന്നിൽ സ്വർണം കൊണ്ട് ഉണ്ടാക്കി അത് ചേർത്ത് വെക്കണമായിരുന്നു. അതിൽ എഴുതണം യഹോവയ്ക്ക് വിശുദ്ധം. मेरे प्यारो, जैसे बहन लोग सिर में कपड़ा डालता है, वैसे इस प्रकार चौके सोने के पट्टी बनवा के जैसे चापा में, वैसे ही उसमें ये अक्षर को जाना, अर्थात यहोवा के लिए पवित्र है। അവിടെ 38 വാക്യം വളരെ വ്യക്തമായിട്ട് അത് വിശദീകരിച്ച് പറയുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് അത് ദൈവം പറഞ്ഞത്. जो 38 वाक्य में 38 में परमेश्वर ने क्यों ऐसा कहा, वह हारून के माथे पर रहे, इसलिए कि इस्राएली जो कुछ पवित्र യാഗം കഴിക്കുന്ന സമയത്ത് വിശുദ്ധമല്ലാത്ത എന്തെങ്കിലും അഹരോൻ അല്ലെങ്കിൽ മഹാപുരോഹിതൻ വിശുദ്ധമായിട്ട് എണ്ണിയാൽ അതിന്റെ കുറ്റം ഇത് കൊണ്ടുവന്നവർക്കല്ല, ഇത് വിശുദ്ധീകരിച്ച മഹാപുരോഹിതനാണ്. अब मेरे प्यारो, इसराइली लोग किस प्रकार के गलती करते हैं और महापुरोहित जाकर वही सेवा में करते हैं, तो इसका जो गलती का जो शिक्षा है पुरोहित के ऊपर आएंगे। വിശുദ്ധമല്ലാത്തത് വിശദീകരിച്ചാൽ പുരോഹിതന് ശിക്ഷ വരും. എന്നാൽ വിശുദ്ധമായുള്ളത് വിശുദ്ധമായിട്ട് തന്നെ പ്രസിദ്ധീകരിക്കുമ്പോൾ അത് കൊണ്ടുവരുന്ന ആളിന്റെ മേൽ ദൈവത്തിന്റെ പ്രസാദം ലഭിക്കും. जो पवित्र नहीं है फिर भी पवित्र बनाते हैं, तो प्रेज़ द लॉर्ड, वो महापुरोहित के ऊपर आएगा दंड। यदि पवित्र है उसको पवित्र किया है और ऐसा प्रभु के सन्मुख में लेके आए, जो महापुरोहित आशीष पाएंगे। ദൈവം തന്നെയാണ് പുരോഹിതനെ തെരഞ്ഞെടുത്തത്. ദൈവം തന്നെയാണ് പുരോഹിതന് വസ്ത്രവും തെരഞ്ഞെടുത്തത്. जो परमेश्वर पुरोहित को चुना गया, परमेश्वर ही पुरोहित को वस्त्र क्या चाहिए, ये भी परमेश्वर ने चुन लिया है। എന്നിട്ട് പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം, ദൈവം തന്നെയാണ് അവരോട് പറഞ്ഞത്, ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. परमेश्वर ने कहा, मैं उनके बीच में रहने के लिए वो मेरे लिए पवित्र स्थान ठहरा है। അതിന്റെ 9-ാമത്തെ വാക്യം പറയുന്നു, ദൈവം പറഞ്ഞു തിരുനിവാസവും അതിന്റെ ഉപകരണങ്ങളും എല്ലാം ദൈവം കാണിക്കുന്ന മാതൃക പ്രകാരം, ആ മോഡൽ അനുസരിച്ച് തന്നെ ദൈവം അതിന്റെ മോഡൽ കാണിച്ചു കൊടുത്തു, അതിന്റെ മെഷർമെന്റ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഇതുപോലെ തന്നെ അത് ചെയ്യണം. जो परमेश्वर ने कहा, उसका मॉडल परमेश्वर ने बताकर दिया, इस प्रकार ही तुम ही करना है। ദൈവത്തിന്റെ കൃപാസനവും ദൈവത്തിന്റെ മേഴ്സി സീറ്റും ദൈവപട്ടകവും ഈ കാര്യങ്ങളൊക്കെയുള്ള ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ് അതിവിശുദ്ധ സ്ഥലം. जो अति पवित्र स्थान है, जो परमेश्वर को उपस्थिति से घेरा हुआ है। അവിടെ അതുകൊണ്ട് എല്ലാവർക്കും എപ്പോഴും കയറാനൊക്കത്തില്ല. इसलिए सबको वहां कोई भी समय जा नहीं सकता। മഹാപുരോഹിതന് പോലും വർഷത്തിൽ ഒരിക്കലേ കയറാനൊക്കത്തുള്ളൂ. അത് മഹാപാപ പരിഹാര പെരുന്നാൾ ദിവസം, ഡേ ഓഫ് അറ്റോൺമെന്റിൽ മാത്രമേ അവിടെ കയറാനൊക്കത്തുള്ളായിരുന്നു. महापुरोहित भी साल में एक ही बार जा सकता है, जो त्योहार का समय होते हैं, पाप परिहार जो दिन होते हैं, तभी मात्र वो वहां प्रवेश हो सकते हैं.
पास माइक बंदा है, माइक माइक ऑफ है। पास माइक 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 സോറി. ആ ദൈവം പറഞ്ഞു, അതുകൊണ്ട് ദൈവം പറഞ്ഞു വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും തമ്മിൽ ഒരു മറവുണ്ടായിരിക്കണം, അതുകൊണ്ട് നിങ്ങൾ ഒരു കർട്ടൻ ഉണ്ടാക്കണം. परमेश्वर ने कहा पवित्र स्थान अति पवित्र स्थान के बीच में एक पर्दा डालना है। അതിനുവേണ്ടി ദൈവം പുറപ്പാട് പുസ്തകം 26-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യത്തിൽ ദൈവം പറഞ്ഞു, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പിരിച്ച പഞ്ഞിനൂൽ ഇന്നുകൊണ്ട് ഒരു തിരശ്ശീല ഉണ്ടാക്കണം. जो അതിന്മേൽ परमेश्वर ने കെരൂബിന്റെ പടം തയ്ച്ചു ചേർക്കണം. परमेश्वर ने कहा इसके बीच में एक पर्दा डालना है और उसमें केरूब का चित्र बनाना है। അങ്ങനെ അത്രയും കാര്യങ്ങൾ ചെയ്യണം. ഏതാണ്ട് 70 അടി നീളമുള്ള ഒരു തിരശ്ശീലയായിരുന്നു അത്. जो करीब 17 लंबा वो एक पर्दा था। മാത്രമല്ല 30 അടി വീതി ഉണ്ടായിരുന്നു. 30 जो फीट लंबाई था। അതിന് 10 സെന്റിമീറ്റർ കനമുണ്ടായിരുന്നു. 10 जो चौड़ा था। ഇത്രയും കാര്യങ്ങൾ ചേർത്ത ഈ തിരശ്ശീല ഒന്ന് കൈകാര്യം ചെയ്യണമെങ്കിൽ 300 പുരോഹിതന്മാർ വേണമായിരുന്നു. उस पर्दा बनाने के लिए करीब 300 लोगों का जरूर था। ആ 2 കുതിരകൾ 2 സൈഡിൽ നിന്ന് വലിച്ചാൽ, ഒരുപോലെ വലിച്ചാൽ, ശക്തിയുള്ള കുതിരകൾ വലിച്ചാൽ ഇത് കീറിപ്പോകത്തില്ലായിരുന്നു. आपस में എത്ര കുതിരയെ पास है? 2 കുതിരകൾ. 2 घोड़ा यदि आपस में ही पर्दा पकड़ के खींचेंगे तो भी पटता नहीं था। യേശു ക്രൂശിക്കപ്പെട്ട, യേശു മരിച്ച, ക്രൂശ് നിന്നതായ ഗോൽഗോത്തായിൽ നിന്നും 1 കിലോമീറ്ററിലധികം ദൂരമുണ്ടായിരുന്നു യെരുശലേം ദേവാലയത്തിലേക്ക്. जो यीशु मसीह क्रूस पर बलिदान हुआ वहां से 1 किलोमीटर दूर था यरूशलेम मंदिर। ആ യേശു മരിച്ച ഉടനെ, സഡൻലി എന്നാ എഴുതിയിരിക്കുന്ന, ഉടനെ തന്നെ എന്ത് ചെയ്തു? അവിടെ ഓടിപ്പോയി പറയാനോ കീറാനോ ആളില്ലായിരുന്നു. സാധാരണക്കാരെ കൊണ്ട് അത് നടക്കത്തുമില്ലായിരുന്നു. കാരണം അവിടെ പുരോഹിതന്മാരുള്ളതുകൊണ്ട് അവർ സമ്മതിക്കത്തുമില്ല. അവിടെ സന്ധ്യായാഗത്തിന്റെ സമയമാണ്, ആൾത്തിരക്കുള്ള സമയമാണ്. പക്ഷെ അവർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, അവർ ഈ തിരക്കെടുക്കുമ്പോൾ ഒരു സൗണ്ട് കേട്ടു. സൗണ്ട് നോക്കിയപ്പോൾ ആ തിരശ്ശീലയുടെ മുകൾ തൊട്ട് താഴോട്ട് അത് കീറി വന്നു. जो पर्दा है, यीशु मसीह जो क्रूस पर थे उस समय में कोई जाकर वो पढ़ नहीं सकता, परंतु वहां अपने आप वो फट गया। കാരണം കർത്താവ് എന്ത് ചെയ്തു? അപ്പം തിരശ്ശീല ദൈവാലയം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു, അതിന് ഉപകരണങ്ങൾ വേണമെന്ന് പറഞ്ഞു, അതിന് 3 ഭാഗം വേണമെന്ന് പറഞ്ഞു, അതിന്റെ വിശുദ്ധ സ്ഥലം അതിനെ കട്ടം കൊണ്ട് മറയ്ക്കണം എന്ന് പറഞ്ഞ ദൈവം തന്നെ തന്റെ പുത്രൻ മരിച്ചപ്പോൾ അൾട്ടിമേറ്റ് സാക്രിഫൈസ്, യഥാർത്ഥ യാഗം അവിടെ നടന്നപ്പോൾ ഇനിയൊരു യാഗത്തിന്റെയും ഇനിയൊരു മറവിന്റെയും ആവശ്യമില്ല എന്ന് പറഞ്ഞ് സ്വർഗത്തിലെ ദൈവം തന്നെ ആ തിരശ്ശീല കീറിക്കളഞ്ഞു. मेरे प्यारो, ये सारी व्यवस्था है, आदि पवित्र स्थान सब कुछ, ये पर्दा वर्दा बनाना है, सब कुछ परमेश्वर ने बनाने के बाद वहां बलिदान सब कुछ चल रहे थे। परंतु जब यीशु मसीह क्रूस पर बलिदान और परमेश्वर ने कहा अभी दूसरे बलिदान की जरूरत नहीं है, यह सबसे बड़ा बलिदान यहाँ हो चुका है यीशु परमेश्वर ने। അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ദൈവം അതുകൊണ്ട് നമുക്ക് ഒരു തിരശ്ശീല അകത്തേക്ക് ഒരു പ്രവേശനം നൽകി തന്നു. मेरे प्यारो, ये पर्दा को फाड़ के परमेश्वर ने अति पवित्र स्थान में जाने के लिए हम सबको परमेश्वर ने अनुमति दे दिया है। 10-ാം അധ്യായത്തിന്റെ 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. എബ്രായർ ഹീബ്രൂസ് 10:11-19-22. इब्रानियों को पत्रिका 10वां अध्याय का 11-12 वाक्य को पढ़ेंगे. അത് അതിന്റെ അകത്ത് വായിക്കുന്നില്ല, സമയക്കുറവുണ്ട്. പക്ഷെ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള ഒരു പ്രവേശനം തന്റെ രക്തത്താൽ എന്ത് ചെയ്തു? തന്റെ ദേഹം എന്ന തിരശ്ശീല കീറിക്കൊണ്ട് കർത്താവ് നമുക്ക് നൽകി തന്നു. അതുകൊണ്ട് നമ്മൾ ഇനി മാറി നിൽക്കേണ്ടവരല്ല, നമുക്ക് ദൈവ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുവാൻ കഴിയും.
मेरे प्यारो प्रेस लॉर्ड, प्रभु यीशु मसीह ने अपने शरीर की पर्दा फाड़ के हमें परमेश्वर के पास जाने का अनुमति दे दिया है। അതുപോലെ 4-ാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ അതുകൊണ്ട് കരുണ ലഭിക്കാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നമുക്ക് ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുവാൻ കർത്താവ് നമുക്ക് പദവി നൽകി. इब्रानियों 4 अध्याय का 16 वाक्य में, इसलिए आओ हम अनुग्रह के सिंहासन के निकट ही याव बांध कर चले कि हम पर दया हो और वह अनुग्रह पाए, आवश्यक समय हमारी सहायता करे। നോക്കണം, ദൂരെ നിന്നതായ, അടുത്ത് ചെല്ലുവാൻ കഴിയാതെ നിന്നതായ, ഇടയ്ക്ക് ഒരു മധ്യസ്ഥൻ ആവശ്യമുണ്ടായിരുന്നതായ മനുഷ്യവർഗത്തിന് വേണ്ടി ദൈവം തന്റെ പുത്രനെ യാഗമാക്കിയപ്പോൾ ആ മറവ് ഉണ്ടാക്കി വെച്ച ദൈവം തന്നെ കൽപ്പിച്ചുണ്ടാക്കിയ ആ തിരശീല, ആ അടുത്ത് ചെല്ലുവാൻ കഴിയാത്തതായ വേർപാടിന്റെ തിരശീല ദൈവം തന്നെ കീറിക്കളഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത് ചെല്ലുവാനുള്ള അവസരം കർത്താവ് ഒരുക്കി തന്നു. मेरे प्यारो, इस समय में हम दूर में रहना पड़ता था, परंतु प्रेज द लॉर्ड हमें मध्यस्थ का जरूरत था, हमें अलग करते थे, परंतु यीशु मसीह का क्रूस बलिदान के द्वारा वो पर्दा हट गए। अभी हम अनुग्रह के सिंहासन के पास कभी भी हम जा सकता है। ഇനി നമ്മൾ ദൂരെ നിൽക്കുന്നവരല്ല, ഇനി നമ്മൾ മാറി നിൽക്കേണ്ടവരല്ല, ഇനി നമ്മൾ ആരാധന കാണാൻ പോകുന്നവരല്ല, നമ്മൾ മറ്റുള്ളവർ ആരാധിക്കുന്നത് കാണുവാൻ വേണ്ടി പോകുന്നവരല്ല, നമ്മൾ അടുത്ത് ചെന്ന് ആരാധിക്കുന്നവരാണ്. കാരണം നമ്മള് മനുഷ്യനും ദൈവത്തിനും തമ്മിലുണ്ടായിരുന്ന വേർപാടിന്റെ ആ കർട്ടൻ കർത്താവ് തന്റെ ദേഹം എന്ന തിരശീലയിൽ കൂടെ പോയി യാഗം കഴിച്ച് അതിനെ കീറിക്കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. मेरे प्यारो, अभी हमें दूर रहने की जरूरत नहीं, अलग होने की जरूरत नहीं, अभी हम पुरोहितों का सेवकाई को देखने की जरूरत नहीं। अभी यीशु मसीह ने अपने शरीर की पर्दे को फाड़कर हमें उसकी निकट आने का हमें अनुमति दे दिया है। അമേൻ. അതുകൊണ്ട് ഇന്ന് രാവിലെ സമയം നമുക്ക് പ്രത്യാശയുണ്ട്, പ്രാഗൽഭ്യമുണ്ട്. നമുക്ക് മാറി നിൽക്കണ്ട, നമ്മുടെ കർത്താവിന്റെ അരികിലേക്ക് നമുക്ക് ധൈര്യത്തോടെ ചെല്ലുവാൻ കഴിയും. अभी मेरे प्यारो, हमें दूर रहने की जरूरत नहीं, हमें प्रेज द लॉर्ड आशा है, यीशु मसीह का करीब में हम आ सकते हैं। ആ പ്രത്യാശയുള്ളവരൊക്കെ, ആ പ്രാഗൽഭ്യമുള്ളവരൊക്കെ നിങ്ങളുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. പ്രൈസ് ദി वो ലോർഡ്. परमेश्वर ने ऐसा हमें अवस्था दिया है, इसलिए अपने हाथ उठाकर परमेश्वर को धन्यवाद स्तुति करेंगे। അമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മളോട് കാണിച്ച കരുണ എത്ര വലുതാണ്, സ്നേഹം എത്ര വലുതാണ്. परमेश्वर ने हमसे किया हुआ प्रेम कितना बड़ा है, करुणा कितना ആ बड़ा है। സ്നേഹത്തിൽ വസിപ്പാൻ, ആ പ്രാഗൽഭ്യത്തിൽ നിലനിൽക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. उस प्रेम में बने रहने के लिए, उस हिम्मत के साथ उसके सामने खड़ा होने के लिए परमेश्वर हमारी सहायता करे। നമ്മുടെ സമയം കടന്നു പോയതുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവ് അനുവദിച്ചാൽ ഇത് നമ്മൾ അടുത്ത ആഴ്ച ഈ ചിന്ത പ്രാരംഭത്തിൽ അവസാനിപ്പിച്ചിട്ട് അടുത്ത അതിലേക്ക് കടക്കുന്നതായിരിക്കും. मेरे प्यारो, समय होने के कारण हम समाप्त कर रहे हैं, इसके बाकी हम अगले हफ्ता में हम सीखेंगे। ഓർത്തിരിക്കുക, നമ്മൾ ഇനി ദൂരെ നിൽക്കേണ്ടവരല്ല, മാറി നിൽക്കേണ്ടവരല്ല. നമുക്ക് അടുത്ത് ചെല്ലുവാൻ കർത്താവ് നമുക്ക് പദവി നൽകി, അത് നമുക്ക് തക്കത്തിൽ ഉപയോഗിക്കാം. अभी हम दूर रहने के नहीं, हम परमेश्वर के निकट रहने का है, परमेश्वर का करीब रहने का है। ഈ മനോഹരമായി ഇത് മെസ്സേജ് ട്രാൻസ്ലേറ്റ് ചെയ്ത, പോസ്റ്റ് ചെയ്ത കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോസഫ് ജോണിനും, അതുപോലെ ലീഡ് ചെയ്യുന്ന ബബിത സിസ്റ്റർ, പ്രാർത്ഥന ലീഡ് ചെയ്ത സംഗീത സിസ്റ്റർ, വർഷിപ്പ് ലീഡ് ചെയ്ത ശാലിനി സിസ്റ്റർ, കടന്നു വന്ന് ശ്രമിച്ചുകൊണ്ടിരുന്ന, ഞങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരുന്ന എല്ലാ കർത്തദാസന്മാർ, പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത ആഴ്ചയിൽ നമ്മൾ കടന്നു വരുന്നത് വരെ, അപ്പോൾ നമ്മൾ ജൂലൈ 1-ാം തീയതി ആയിരിക്കും. ആദ്യത്തെ 6 മാസം നമ്മൾ 2025 കംപ്ലീറ്റ് ചെയ്യുകയാണ്. ആ പുതിയ മാസത്തിലേക്ക് പ്രതീക്ഷകളോടെ പ്രവേശിപ്പാൻ കർത്താവ് കൃപ തന്ന് ഈ ഒരാഴ്ചക്കാലം മുഴുവൻ ദൈവകൃപയുടെ മറവിൽ കഴിയുവാൻ കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ. मेरे प्यारो, प्रेज द लॉर्ड, आज इस मीटिंग का होस्टिंग किया, अनुवाद किया, प्रभु का दास को धन्यवाद देते हैं, और प्रार्थना लीडिंग किया, संगीत सिस्टर, वर्शिप किया, प्रिय शालिनी सिस्टर और उनके परिवार, और आज का मीटिंग अगुवाई किया सिस्टर बबीदा। उन सबको धन्यवाद, आए हुआ सभी लोगों को धन्यवाद देते हुए मैं अपने शब्दों को विराम करते हैं। हम अगला जुलाई 1 तारीख को हम आपस में मिलेंगे,
तब तक परमेश्वर अपने पंगों में छुपा कर रक्षा करे। इतना बोल के मैं अपने शब्दों को विराम करते हैं। आमीन आमीन आमीन। आमीन। Praise the Lord. प्रभु का धन्यवाद दे